സായി. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. Oh my God. ഇനി അവന് ആറാന്നൊക്കെ ചോദിച്ചാ കണ്ണ. ജാസ്മിനെ പ്രേമിക്കണോ? സൗകര്യമില്ലെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ആണ് ജാസ്മിനെ പ്രേമിച്ച് ഗബ്ബരിയായിട്ട് പൊട്ടിക്കണം. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു ബ്രീഫിംഗില്. സൗകര്യമില്ലെന്ന് പറഞ്ഞു. ഗബ്രി. ഒന്നിനെ കുറിച്ച് അറിയാത്തൊരു പാവം. ജാസ്മിൻ. ഷീസ് എ മെസ്. That is another controversy. റോക്കി. മണ്ടൻ. ഇന്ന് ലൈവ് വരുന്നു. സിജോ. പുള്ളി ഞാൻ വേണമെങ്കിൽ മണ്ടൻ 2 എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് എല്ലാ കോടതിയിലും പോയി കേസ് ഫയൽ ചെയ്ത് 1-2 കോടി രൂപ വാങ്ങിച്ച് വീട്ടിലിരിക്കുന്നതിന് ഇതിപ്പോ എങ്ങനെ കപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ തിരിച്ചേറ്റിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്സര. This is gonna be controversy. അഹങ്കാരി. ഇപ്പൊ ജാൻമണീനൊരു പ്രത്യേക വേർഡ് അവിടെ ഒരാൾ വിളിച്ച് ആ കണ്ടന്റ് വെളി വിട്ടില്ല അവര്. അത് വിട്ടിരുന്നെങ്കിൽ അവൻ നാശക്കോട്ടയാനെ. അർജുൻ. ഞാൻ കാണിച്ചെന്ന് പറഞ്ഞ ആക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ മലയാളം വെർഷൻ അർജുൻ അവിടെ കാണിച്ചിട്ടുണ്ട് യമുന ചേച്ചിയുടെ അടുത്ത്. അത് ടെലികാസ്റ്റിംഗ് ചെയ്തതാണ്. അതൊന്നും ഞായറാഴ്ച വന്ന് ഒരു ലാൽ സാറും ചോദിച്ചില്ല. ഈ ഷോയിനോട് എതിരെ കാണിച്ച അനീതി, ആസ് എ ഹ്യൂമൻ ബീങ് എന്നോട് കാണിച്ച അനീതി, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, അത് ഞാൻ പറയും. എന്നെ പുറത്തു വിട്ടപ്പോൾ ഞാൻ വളരെ പ്രൈവറ്റ് ആയിട്ട് ഐ വോണ്ടഡ് ആൻസേഴ്സ് ഫ്രം മൈ ചാനൽ. വൈ വാസ് ഐ സെൻഡ് ഔട്ട്? ഒരു മുറിക്കുള്ളിൽ എന്നെ എന്തിന് 3 ദിവസം അടച്ചിട്ടു? എന്തിന് എനിക്ക് സൈക്യാട്രിക് ഡ്രഗ്സ് തന്നു? എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടുകാരെ ഇൻഫോം ചെയ്തില്ല? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എനിക്ക് ഉത്തരം തരാമെങ്കിൽ ഒരു അടഞ്ഞ മുറിയിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. ചെയ്തില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ലൗഡ് സ്പീക്കർ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരാൾ പറയുന്നത്, പുള്ളിക്കാരി പറയായിരുന്നു, ചേട്ടാ അവനെ തന്നെ വിളിച്ചെന്നൊക്കെ പറഞ്ഞാൽ പോരെ, അവൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അവനെയൊന്നും ഞാൻ വിളിക്കില്ല, അവനെ നീ പറഞ്ഞാൽ മതി. ഒരു കാര്യം ഉറപ്പുവരാം, ഞാൻ അവസാനിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്ന് ഇവരെല്ലാവരും എന്നെ കുറിച്ച് നല്ലതില്ല. അതെന്റെ വിശ്വാസം. ഈ സീസണില് ഇഫ് യു ഡിസ്ക്രൈബ് ദം ഇൻ 1 word, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ഈച്ച് ഓഫ് ദം? സേ ഞാൻ ജസ്റ്റ് നെയിം ചെയ്യാം. സായിനെ പറ്റിയൊരു 1 word. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. Oh my God. 2 പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ഡുവൽ പേഴ്സണാലിറ്റി അങ്ങനെ പറയാം. Okay, dual പേഴ്സണാലിറ്റി. പുറത്തൊരാള് അകത്തൊരാള്. പുറത്ത് സീക്രട്ട് ഏജന്റ്, അകത്ത് സായി കൃഷ്ണ. ഉണ്ണിക്കുട്ടൻ. അയ്യോ, എനിക്ക് ഇപ്പൊ ഉണ്ണിക്കുട്ടനല്ലേ ലാലട്ടൻ പിടിച്ച് ഉണ്ണിക്കുട്ടൻ. വെളിയിറങ്ങി എങ്ങനെ ജീവിക്കും? ഉണ്ണിക്കണ്ണനാണ്. അയ്യോ, കണ്ണൻ. ചേട്ടന്റെ ഇമേജിനെ ഐ മീൻ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇമേജിനെ എനിക്ക് അറിയില്ല അവൻ എന്താ ഉദ്ദേശിച്ച് അതിനകത്ത് വന്നതെന്ന്. അവൻ ചിലപ്പോ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ then that's fine. കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ പണിയാണോ? അവൻ വെളി വന്ന് എന്ത് ചെയ്യും? അവന്റെ വരുമാനമൊക്കെ ഇരിക്കുന്നത് യൂട്യൂബിലാണ്. സെയിം ടൈപ്പ് ഓഫ് കോണ്ടന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി അവന് ആറാന്നൊക്കെ ചോദിച്ചാ കണ്ണ ഉണ്ണിക്കുട്ടാന്നൊക്കെ വിളിച്ച്. പക്ഷേ honestly എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് അവൻ നല്ല ചെക്കനാ. ഞാൻ ഭയങ്കര ഗുഡ് കണക്ഷൻ ആണ് അവനായിട്ട്. എനിക്കറിയാം നമ്മൾ വെളി വന്നാൽ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. അവൻ അടിപൊളിയാ. എനിക്ക് ശരിക്കും പറഞ്ഞ സീക്രട്ട് ഏജന്റിൽ നിന്ന് കണ്ണനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സായിയെ കുറിച്ച് അങ്ങനെ. ഋഷി. നിഷ്കളങ്കൻ. ഗബ്രി. ഒരു പാവം പയ്യൻ. പാവമാണ്. ഒന്നിനെ കുറിച്ച് അറിയാത്തൊരു പാവം. ജിൻഡോ. ബുദ്ധിമാൻ പക്ഷെ നേരെ സ്ട്രീറ്റ് സ്മാർട്ട്. ഓക്കെ. സ്ട്രീറ്റ് സ്മാർട്ട്. ഓക്കെ. ശ്രീരേഖ. ഗുഡ് ആക്ട്രസ്. രതീഷ് ചേട്ടൻ. ഞാൻ ക്ലോസ് കണ്ടിട്ടില്ല. ശരിക്കും പുള്ളിനെ ഫസ്റ്റ് ഷോയിൽ കണ്ടപ്പോ എന്താ തോന്നി? ഞാൻ പബ്ലിക് പറയണോ? ബട്ട് ഐ തിങ്ക് ഹീസ് എ സ്പോർട്ട്. പുള്ളിക്ക് അറിയായിരുന്നു തോന്നുന്നു ടു ആൻ എക്സ്റ്റെന്റ് ദാറ്റ് ഞാൻ ഇങ്ങനെ അങ്ങനെ പറയാം. പൊട്ടാസ്. ഓക്കെ. പുള്ളിയുടെ പേര് അമിട്ടെന്നായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഹീസ് ഓൾസോ വെരി ഇന്നസെന്റ് എനിക്ക് തോന്നുന്നു. അതെ, ടേട്ടേന്ന് സൗണ്ട് കേൾക്കുന്നുള്ളൂ. പുള്ളിയുടെ ഒരു ഡും ഡും എന്നാ പുള്ളിയുടെ വിചാരം. പക്ഷെ ടേട്ടയായിരുന്നു. ഹീസ് വെരി ഇന്നസെന്റ് ഐ തിങ്ക്. ജാസ്മിൻ. എന്ത് പറയാനാ ഞാൻ? എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല ജാസ്മിൻ എന്ന് ഒറ്റ വാക്കില്. അങ്ങനെ ഒരു അതിൽ ഒതുങ്ങുന്ന ആളല്ലെന്നാണോ? മെസ്. That is another controversy. I honestly don't know how to react. But she's a mess. Okay. Yeah. But ഒരു 23-year-old ഒരാള് എന്നുള്ള രീതിയിൽ മേ ബി വി കൻ അത് ഫോർഗിവബിൾ ആണോ? എല്ലാം ഫോർഗിവബിൾ ആണ് ഇവിടെ. നമുക്ക് എന്താ ഫോർഗിവബിൾ അല്ലാത്ത? നമുക്ക് എല്ലാം ക്ഷമിക്കാവുന്നതാണ്. ക്ഷമിക്കേണ്ടത് എപ്പോഴാണ്? തെറ്റ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കും. ഞാൻ ആരാ ക്ഷമിക്കാൻ? ഞാൻ ആരും അല്ല ക്ഷമ കൊടുക്കാൻ. ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ്, തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കും. ഈ പ്രായം ഒരു വിഷയമാണല്ലോ എപ്പോഴും. 23 വയസ്സുള്ള എൻ്റെ അടുത്തും പറയാറുണ്ട്, 33 വയസ്സുള്ള നീ 23 വയസ്സുള്ള ഒരു പെൺകുട്ടീനെ ബുള്ളി ചെയ്തു എന്നൊക്കെ. ഒരു ജനറൽ ഒരു നമ്മുടെ നാട്ടിൽ കുറച്ച് ഒരു സാധനം ഉണ്ടല്ലോ. ഈ ഷോയിൽ വരാതിരുന്നപ്പോ എല്ലാവർക്കും 30 വയസ്സുള്ളവർ മാത്രമേ ഈ ഷോയിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നൊരു കാറ്റഗറി വെക്കണം. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നിങ്ങൾ പബ്ലിക്കിൽ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ പബ്ലിക്കിൽ കാണിക്കുന്നതിന്റെ പബ്ലിക്കിൽ കാണിക്കുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുത്തിരിക്കണം. അതിന് നമ്മുടെ പ്രായം ഡസന്റ് മാറ്റർ.
absolutely. And 23 എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏജ് അല്ല. അത് ഞാൻ 23 ഇയേഴ്സിൽ വീടിന്റെ കടം തീർത്ത ഒരു കുട്ടിയാണ് അവള്. അപ്പൊ ഷീസ് നോട്ട് 23. ഷീസ് വേ മോർ ദാൻ ദാറ്റ്. അത് ബിക്കോസ് ക്യാരക്ടർ ഓരോരുത്തരുടെ ഏജ് ഡസന്റ് മാറ്റർ ആസ് യു സെഡ്. എക്സ്പീരിയൻസ് ആൻഡ് പൂജ ഇല്ലേ, ഷീസ് ഓൾസോ 23. ഓക്കെ. She doesn't behave like a 23-year-old. Right. അവൾ ഭയങ്കര മെച്ചുവർ ആയിട്ട് സംസാരിക്കുന്നത്, ക്വാളിറ്റി ആയിട്ട് സംസാരിക്കുന്നത്. സോ ഏജിലൊരു പ്രശ്നമില്ല. ഐ മീൻ ഡസന്റ് മാറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. Right. ഇറ്റ്സ് യുവർ ക്യാരക്ടർ. It's a character. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് യുവർ ക്യാരക്ടർ. അർജുൻ ക്യൂട്ട്. Do you think ഈ ഇപ്പം ഫിനാലയിൽ ഒക്കെ ഫൈനലിലുണ്ടാവും, ഫൈനൽ 5-ലൊക്കെ അവൻ വരും. വരും തോന്നുന്നു. അവന് votes Do you think എന്തെങ്കിലും അതിലോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ലൈക്ക് വേണ്ടായിരുന്നു, ഐ മീൻ അവന് നല്ല ഫാൻസ് ഉണ്ട്. അവന്മാരെന്നെ ചീത്ത പറയും. ചീത്ത കേൾക്കുന്ന നമുക്കൊരു പുതുമയുള്ള ഞാൻ അർജുനെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അർജുൻ അങ്ങനെ ഒരു ഐ ഡോണ്ട് തിങ്ക് അവൻ അങ്ങനെ ഒരു ബിഗ് കോൺട്രിബ്യൂഷൻ ഈ ഷോയിൽ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ രാവിലെ അവനെ കാണണം, സീനാണ് അവൻ. രാവിലെ അവൻ കുളിച്ചൊരുങ്ങിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ വെറ്റാക്കിയിട്ട് ഒരു വാക്കുണ്ട് അവൻ്റെ. അതിനോ അത് ഷോർട്ടിന് വേണ്ടി ചെയ്യുന്നത്. ഹീസ് കോൺഷ്യസ്. ആ നടത്തവും ആ ഒരു ലുക്ക്. But he's a model, so I know that this is what my selling point. Right. അവൻ വിൽക്കും അത്. സോ പക്ഷെ എന്നാലും ഫൈനൽ 5-ലൊക്കെ വരാൻ ഡിസേർവിംഗ് അല്ലാന്നാ എനിക്ക് തോന്നുന്നു. അല്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ശ്രീതു ക്യൂട്ട് നമ്പർ 2. ഓക്കെ. ബട്ട് തമിഴ് ക്യൂട്ട്. തമിഴ് ക്യൂട്ട്. ഓക്കെ. തമിഴ് വേർഷൻ അങ്ങനെ പാപ്പ എന്നൊക്കെ പറയാം. തമിഴ് പാപ്പ അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. പക്ഷെ ഷോയ്ക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. ഇപ്പോഴും ഉണ്ടല്ലേ ഷോയില്? ഓക്കെ. ഓക്കെ. എങ്ങനെ പറയാനാ ഞാൻ പിന്നെ അല്ലാണ്ട് മുടിഞ്ച് പോച്ച്. അത് മുടിഞ്ച്. അങ്ങനെയാണെങ്കിൽ നന്ദന നിലാവത്തഴിച്ച് വിട്ട താറാവ്. അത് ഓൾറെഡി പറഞ്ഞ എവിടെയോ. അതൊക്കെ അറിയില്ല എന്താ പരിപാടി. പാവം കുട്ടിയാ. ജെന്യൂനാണ് ഭയങ്കര. യമുന കണ്ടന്റ് ക്വീൻ എന്ന് സ്വയം അവകാശപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാം. പക്ഷെ നിങ്ങൾക്കറിയോ അത്ര ദിവസം വരെ ബിഗ് ബോസിന്റെ കണ്ടന്റ് കൊണ്ടുപോയത് ആരാ? പിന്നെ യമുന ചേച്ചി പൊളിയാണ്. അങ്ങനെ പുള്ളിക്കാരത്തി ഒരു ഇന്റർവ്യൂ പറയണ ഞാൻ കേട്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ? പറഞ്ഞു പുള്ളിക്കാരത്തിയാണ് ബിഗ് ബോസ് കൊണ്ടുപോയത് അത്രയും ദിവസം. പിന്നെ ക്ഷീണിച്ച് വെച്ചിട്ട് ഇറങ്ങി വന്നു. അപ്സര. This is gonna be controversial. Okay. അഹങ്കാരി. Why though? എന്നെ ചീത്ത പറയുന്ന എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ? കൈയടിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ? Okay, you were friends, but we knew each other. Friends അല്ല, we knew each other. Okay. നമ്മൾ ഷോയിൽ ഭാഗത്ത് ഭയങ്കര ഷോ ആയിരുന്നു അത്യാവശ്യം. എനിക്ക് ഇനി ഇതിൻ്റെ പേര് എന്തെന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയുള്ളൂ പറയും. ഇവിടെ വീക്കെൻഡ് എപ്പിസോഡ് ആരും വന്നിട്ട് അടുത്ത് ചോദിക്കത്തൊന്നുമില്ലല്ലോ നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. അഹങ്കാരി. അഹങ്കാരം, ഭയങ്കര അഹങ്കാരി. എവിക്റ്റ് ആയപ്പോഴും അത് മനസ്സിലാവുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ എവിക്റ്റ് ആയോ, അയ്യോ. ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു. പെർഫോമർ. അവളെ സ്പേസ് കിട്ടുന്നിടത്ത് പെർഫോം ചെയ്യും. അത് എങ്ങനെയാണ് അടിക്കുക അവളെ? നെഗറ്റീവായിട്ട് അടിക്കാം, പോസിറ്റീവായിട്ട് അടിക്കാം. ബട്ട് ഷീസ് എ പെർഫോമർ. സ്പേസ് കിട്ടുന്നിടത്ത് കയറി പെർഫോം ചെയ്യും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തി റോക്കിയെ ഒറ്റ വേർഡിലോ? റോക്കിയെ എനിക്ക് അറിയില്ല. ഞാൻ ഷോയിൽ ഞാൻ റോക്കിയെ കണ്ടിട്ടില്ല, പുറത്തും എനിക്ക് അറിയില്ല. ഓഡിയൻസ് എന്നുള്ളതില്ലല്ലേ? മണ്ടൻ. പുള്ളി ഇത് കേട്ടിട്ട് ഇന്ന് ലൈവ് വരുന്നത് നോക്കി അവൻ എന്നെ മണ്ടാന്ന് വിളിച്ചല്ലേ. എന്തുകൊണ്ട് അങ്ങനെ ഞാനതിനൊക്കെ ഇടിയോ? അയ്യേ, 5 കൊല്ലം കാത്തിരുന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അവൻ്റെ വായിടിച്ച് പൊട്ടിച്ചിട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? ഭയങ്കര വയലൻസ്. അത് ചെയ്യാൻ പാടില്ലല്ലോ ഒട്ടും. അവനെയും പറയണം, അത് ടെലികാസ്റ്റ് ചെയ്തവരെയും പറയണം. അത് ടെലികാസ്റ്റ് ചെയ്ത് ഇത് കൊച്ചു പിള്ളേർ കിടന്ന ഷോ അല്ലേ ഇത്? എനിക്ക് തോന്നുന്നു 14+ ആണെന്ന് തോന്നുന്നു. 14+ന് ഇത് 18+ന്റെ കണ്ടന്റ് അല്ലേ ഇടിക്കുന്നത്. You shouldn't telecast that too. That's a wrong thing to do. ഞാൻ അതാ പറഞ്ഞത്, ബുദ്ധിയില്ലാത്ത ക്രിയേറ്റേഴ്സ് ആണ്. സിജോ. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. അതെന്താ അങ്ങനെ പറയുന്നത്? കാട്ടതി എന്നാണ് പുള്ളി പറയുന്നത്, പക്ഷെ പുള്ളി ഓപ്പോസിറ്റാ. പുള്ളി അവിടെ കാട്ടുന്ന തീയൊക്കെ അണച്ചിട്ട് അവിടെ മൂലം ഇപ്പം മിണ്ടാണ്ടിരിക്കും. പുള്ളി ഞാൻ വേണമെങ്കിൽ മണ്ടൻ 2 എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എനിക്ക്. ബിക്കോസ് ആ ഇടി കിട്ടിയ ഇടി വല്ല കോടതിയിലും പോയി കേസ് ഫയൽ ചെയ്ത് 1-2 കോടി രൂപ വാങ്ങിച്ച് വീട്ടിലിരിക്കുന്നതിന് വായിൽ പ്ലേറ്റ് വിട്ട് വർത്താനം പറയാൻ പറ്റാതെ അകത്തേറി പോയേക്കുവാണ്. ആർഗ്യുമെന്റിലൊന്നും ഇപ്പോഴാണ് സംസാരിച്ച് തുടങ്ങിയ ആളെ. കുറെ സമയം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ആളെ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? പൈസ മേടിച്ചിരുന്നൂടായിരുന്നു വീട്ടിൽ. ഇതിപ്പോ എങ്ങനെ കപ്പ് കൊടുക്കാന്ന് പറഞ്ഞാൽ തിരിച്ചു കയറ്റിന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ട്രാക്കിലാ പോണേ. അപ്പൊ കപ്പ് കിട്ടുമ്പോ കപ്പ് ടൈറ്റിൽ വിന്നർ 50 ലക്ഷം രൂപ. അങ്ങനെ ആയിരിക്കും ചിലപ്പോ. അല്ലെങ്കിൽ ഷോ നിർത്തേണ്ട സമയം കഴിഞ്ഞ് ഈ ടെലികാസ്റ്റ് ചെയ്ത് തന്നെ. അപ്പം പൂജ സ്മാർട്ട്. ഇന്റലിജന്റ്. സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. നല്ല പ്ലെയറാണ്. പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ. ഞാൻ പറഞ്ഞല്ലേ പൂജയുടെ കോൺവെർസേഷൻസ് എന്നൊക്കെ യു വിൽ ഗെറ്റ് സം ക്വാളിറ്റി തിങ്സ്.
അവൾ അതാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്തേക്ക്. അങ്ങനെ നിന്നെങ്കിൽ നന്നായിരുന്നു, ക്വാളിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അൻസിബയെ കുറിച്ച് ചോദിച്ചില്ല. ക്ലാസ് ജാൻമണി സ്വീറ്റ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ കുറച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടോ, തെറ്റിദ്ധരിക്കപ്പെടിപ്പിച്ചതാണ്. ആണോ? ഈ ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരത്തിൽ ആ ഒരു മുഖം മാത്രമല്ലേ വെളിയിൽ പോയത്. മറ്റു സൈഡ് പോയ പ്രശ്നമില്ല, മാറിയിരുന്ന് കരയുന്നുണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ചീത്ത പറയുന്നത്? ഇവരെ പ്രൊവോക്ക് ചെയ്യുവാണ് ഈ നോറ പുറകെ കിടന്നിട്ട്. പിന്നെ ശപിക്കാതെ ഞാൻ വല്ലാണെങ്കിൽ ഒറ്റ ഇടിച്ചു കൊടുക്കും. ചാനൽ ഇടിക്കാൻ പറ്റൂലല്ലോ. റിയൽ ലൈഫിലേക്ക് നമ്മളിട്ട് അടിച്ചു കൊടുക്കുന്നേ. മണ്ടേ കയറി കൊട്ടെന്നൊക്കെ പറയും, ട്രിവാൻഡ്രം ലാംഗ്വേജിൽ കയറി കൊട്ടടിച്ചു കൊടുക്കും. കാര്യം അമ്മാര് പ്രൊവോക്കേഷനാണ്. അവിടെ എന്ത് പരിപാടി എടുത്താലും ഇവർക്ക് ജാൻമണി. നോറയ്ക്ക് ജാൻമണിയുടെ മെക്കിട്ട് കയറലാണ് നോറയുടെ മെയിൻ പരിപാടി. അപ്പൊ പിന്നെ ജാൻമണി എന്തോ ചെയ്യും? രണ്ട് പ്രഡിക്ഷനിൽ ആരായിരിക്കും ഫൈനൽ ഫൈവ് എലിമിനേറ്റ് ആയവരെല്ലാരും ഉൾപ്പെടെ കണ്ടതിൽ വെച്ചിട്ട്? പൂജ, സിബിൻ, ഗബ്രി, സിജോ, ജാസ്മിൻ. Okay. That's the final five for me. Okay, now this is surprising. ജാസ്മിന്റെ പേര് പറഞ്ഞോ? അല്ല, ജാസ്മിൻ, ഗബ്രി ഒക്കെ, because you had a lot of അവരുമായിട്ടാണ്. they were content givers. അല്ലെങ്കിൽ മറ്റേ ഇവരുടെ കൂടെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവര് നമ്മുടെ കൂടെ വരണം, ഇല്ലെങ്കിൽ ഫൈറ്റ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇഫ് ദർ ഇസ് ഞാൻ വില്ലൻ ആണെങ്കിൽ അവിടെ ഒരു ഹീറോ വേണം. ഹീറോ വില്ലൻ മാത്രമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. സോ ഫൈനൽ ഫൈവിൽ ഇവരൊക്കെ വരണം. ഇതിന് ജിൻഡോ ഏട്ടനും വരാൻ കേട്ടോ. ഇതിനകത്ത് ജിൻഡോ ഏട്ടനും വരാനായിരുന്നു. ജിൻഡോ ഏട്ടൻ ഓൾസോ എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് ഉള്ളത് ജിൻഡോ ചേട്ടനാണ്. അതെ. ഞാൻ പറഞ്ഞ എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടന്റെ ഫീൽ വരും ജിൻഡോ ഏട്ടൻ. പെട്ടെന്ന് കണക്ട് ആയി. ഞങ്ങൾ ആദ്യം ഞാൻ തല്ലൂടി ആദ്യം ജിൻഡോ ഏട്ടനായിട്ടാണ്, പിന്നെ കണക്ട് ആയി. ഫ്ലോസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്, ബട്ട് സ്റ്റിൽ ഹീസ് എ നൈസ് പേഴ്സൺ. ഈ ടോപ്പ് 5 പ്രൊഡക്ഷനിൽ അൻസിബയുടെ പേര് പറഞ്ഞില്ലല്ലോ. അൻസിബ ടോപ്പ് 5 വരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വരില്ല. അതിന് തൊട്ട് മുന്നേക്ക് പോകും. ഒരു 8 വന്നിട്ട് പോവാൻ ചാൻസ് ഉള്ള ഫോർ മീ ഷീസ് ലൈക്ക് ടോപ്പ് 8 വന്നിട്ട് അങ്ങനെ പോവായിരുന്നു. ഓഡിയൻസിന് ഈ വോട്ടിംഗ് കിട്ടണ്ടേ. അപ്പൊ വോട്ടിംഗ് കിട്ടുന്ന ഒരു, ഞാൻ പറയില്ല, ആ ഒരു ട്രാക്ക് വെച്ചിട്ട് കൂടെ ഞാൻ പറയുന്നത് ഈ ഒരു ഫൈനൽ ഫൈവ് ഞാൻ പറഞ്ഞത്. ജിൻഡോ ഏട്ടൻ ചിലപ്പോൾ അതിൽ വരാം. ചുമ്മാ ഒരു ഹൈപ്പത്തറ്റിക്കലി ഇപ്പം ചേട്ടൻ ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കല്ലോ, ഇയാൾക്ക് കിട്ടാനാണ് സാധ്യത എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ടായിരിക്കല്ലോ. നമ്മളൊന്നും വിചാരിച്ച ആളല്ല, വേറൊരു ആളാണ് ടൈറ്റിൽ അടിക്കുന്നതെങ്കിൽ. അങ്ങനെയാണെങ്കിൽ അവരിപ്പോൾ ജയിപ്പിക്കാൻ വെച്ചിരിക്കുന്നില്ലേ, അയാളും തിരിയും. എന്നെ കൊണ്ട് ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നീയൊക്കെ ലാസ്റ്റിനെ തേച്ചു അല്ലേന്ന് പുള്ളിക്കാരനും തിരിയും. അങ്ങനെ തിരിയാൻ സാധ്യത ഉള്ള ഒരാൾ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്, അപ്സര. അപ്സരയ്ക്ക് പിടി വീണിട്ടുണ്ടെങ്കിൽ അപ്സര മിണ്ടില്ല, അല്ലെങ്കിൽ അപ്സരയൊക്കെ തിരിച്ച് സംസാരിക്കണം. ബിക്കോസ് ഷീ ഡിസേർവ്സ് ടു ബി. ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്സര ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ടു ബി ഇൻ ലൈക്ക് ഒരു ഫൈനലൊക്കെ വരാം. പിന്നെ ഉറപ്പായിട്ടും വരാം. ഇപ്പൊ അതിനകത്തുള്ള ഈ നോറേനൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അപ്സരയല്ലേ നിൽക്കേണ്ട അവിടെ. അപ്പൊ അതല്ലേ വേണ്ടത്. അപ്പൊ അപ്സരക്കൊക്കെ ചോദിക്കാം, എന്തിനെന്നെ ഔട്ടാക്കിന്നൊക്കെ ചോദിക്കില്ല. നേരത്തെ പറഞ്ഞ സാധനമുണ്ട്, സാന്ത്വനം 2. ഞാൻ പച്ചക്ക് വിളിച്ച് പറയുന്നില്ല എല്ലാം. അയ്യോ സത്യം പറഞ്ഞ ചിരിക്കണോ എന്താ ഞാൻ സാന്ത്വനം 2 കാസ്റ്റ് ചെയ്യൂല. ഏത് പ്രൊഫസർ ജയന്തി ആൽബിച്ച ഓടിയാണ് ഇന്റർവ്യൂ എടുക്കായിരുന്നില്ല. ഇപ്പൊ അവിടെ ആൽബിച്ചേനെ കാണാനില്ല. ശംഖും കടപ്പുറത്തിരിക്കുന്ന ആരോ പറഞ്ഞു. If you are to do Big Boss, ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ചേട്ടനാണ് ഇതിനകത്ത് കണ്ടസ്റ്റൻസ് പിക്ക് ചെയ്തത് എങ്കിൽ അടുത്ത സീസൺ ബിഗ് ബോസിലോട്ട് ഒരു 5 കണ്ടസ്റ്റന്റ്. ജോസഫ് അന്നക്കുട്ടി ജോസ്, അദ്ദേഹത്തെ ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ. ഹീസ് ടോക്കിംഗ് സെൻസ്. മാഹീൻ മച്ചാൻ അറിയാവോ? അറിയാം. മാഹീനെ ഞാൻ വിളിക്കും. ഓക്കെ. കാർത്തിക് സൂര്യ എടുക്കും. ഈസ് എന്റർടൈനർ. അൻഷിതനെ അറിയോ? അൻഷി എന്ന് പറഞ്ഞ ഏഷ്യാനിൽ തന്നെ സീരിയൽ കൊണ്ടുവന്ന ഒരു കുട്ടിയുണ്ട്. അൻഷീനെ എടുക്കും, സീരിയൽ കാറ്റഗറിയിൽ നിന്ന് അൻഷീനെ എടുക്കും. അൻഷി ഈസ് ഫൺ, അൻഷി ഈസ് കണ്ടന്റ്. പിന്നെ ഞാൻ 5ാമതായി, നമ്മള് കൊക്കിലൊന്നും കൊത്താവല്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരൊക്കെ എടുത്തേനെ. ബഡ്ജറ്റ് തരൂല്ലേ, അല്ലെങ്കിൽ ഞാൻ ധ്യാൻ ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞേനെ. ഇല്ലെങ്കിൽ നേരെ ധ്യാന്, ഷൈൻ ടോം ചാക്കോ, അതാണ് കണ്ടന്റ്. അൾട്ടിമേറ്റ് കണ്ടന്റ് ആണ്. ഒരു 5ാമത്തായിട്ട് ചിലപ്പോ ഞാൻ ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ പുള്ളിക്കാരത്തെ ഞാൻ അത് നോക്കിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ഷീസ് ഇൻട്രസ്റ്റഡ്, ഷീസ് ഓൾസോ കണ്ടന്റ്. 5 പേര്, പക്ഷെ നല്ലൊരു ലിസ്റ്റാണ്. ഇവര് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല കണ്ടന്റ്. ഷാസാമിനെ ഇടാം. ഷാസാമിനെ ഇടാം. ചില പേഴ്സണാലിറ്റി, ഇപ്പൊ എന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 പേര് വഴക്കുണ്ടാക്കുകയാണ്. 2 പേർക്കും മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ ഞാനത് കണ്ടുകൊടുക്കുമ്പോൾ ഞാൻ അതിനകത്ത് കയറി അഭിപ്രായം പറയാൻ ചിലപ്പോൾ പോവില്ല. ബിക്കോസ് ഇത് നമ്മൾ പറഞ്ഞ് ഇനി കൂടുതൽ കുളമാക്കണ്ടെന്ന് അങ്ങനെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇതിൽ പോയി സർവൈവ് ചെയ്യാൻ പറ്റുമോ?
ശ്രീതു അർജുനൊക്കെ ഇപ്പോഴും അവിടെ തന്നെയില്ലേ? അവർ വേറെ ആരുടെയും കാര്യത്തിൽ ഇപ്പം അഭിപ്രായം പറയാനൊന്നും പോകാറില്ലല്ലോ. പക്ഷെ അങ്ങനെ പറയുന്നവർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല, ഇല്ല. നമ്മൾ പറയുന്നത് കാര്യങ്ങൾ പോലെ ഇരിക്കും. നിങ്ങൾ വാ തുറന്ന അബദ്ധാവെന്നുണ്ടെങ്കിലാണ് മിണ്ടാണ്ടിരിക്കുന്നത്. ശ്രീതുവൊക്കെ ചിലപ്പോൾ ലാംഗ്വേജ് ബാഗേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കും ശ്രീതു ഒത്തിരി സംസാരിക്കാൻ പോകത്തത്. അർജുൻ സംസാരിക്കുക ചിലപ്പോൾ അർജുൻ എങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ വേറെ തെറ്റു എല്ലാം പറഞ്ഞ് അങ്ങനെ അർജുൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക്. ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ലാസ്റ്റ് ഡേ അറ്റ് ദ ഹൗസ് വി ഹാഡ് എ കോർട്ട് റൂം പരിപാടി. അവിടെ അവൻ്റെ വായിന്ന് കുറെ വെള്ളിയൊക്കെ വീണ്. ആ വെള്ളി പിടിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പൊളിയും. പക്ഷെ അന്നാരും പോയില്ല. കൂടുതൽ പ്രശ്നങ്ങളിലേ ഞാൻ വല്ലതും പറഞ്ഞ അങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന. ബിക്കോസ് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. ഞാനത് ടേക്കപ്പ് ചെയ്യുന്ന വിചാരിച്ചു. അപ്പോഴേക്കും വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഈ അഭിഷേകിന്റെ ഒരു ഇതെങ്ങനെയാ അവിടുത്തെ? ഹൗ ഡു യു തിങ്ക് ഹി സർവൈവ്? വിച്ച് അഭിഷേക്? ഉള്ള അഭിഷേക് അവനൊരു സ്ട്രോങ് പയ്യനാണ്. മെന്റലി സ്ട്രോങ് എന്ന് ഞാൻ പറയും. മെന്റലി സ്ട്രോങ്, അതാണ് അവന്റെ വേർഡ് ഞാൻ കൊടുക്കുന്നത്. ബിക്കോസ് അവനെ ഒന്നും ആർക്കും അങ്ങനെ തളർത്താനൊന്നും പറ്റൂല. ഇപ്പൊ ലാൽ സാറ് വന്ന് സാബുണ്ണൻ വന്നിട്ടൊക്കെ അവൻ എന്തൊക്കെയോ പറഞ്ഞു. അവൻ പറഞ്ഞു എന്നെ ഇതൊന്നും എഫക്ട് ചെയ്യൂല. എനിക്ക് അതാണ് കുറഞ്ഞു പോയത്, എനിക്ക് അതാണ് ഇല്ലാണ്ടായി പോയത്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല ഇമോഷണലാണ്. എന്നെ ഇമോഷണലി തകർക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണല്ലോ മോഹൻലാൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോൾ ലൈക്ക് വാട്ട് എവർ ഐ സ്റ്റിൽ ഫെൽറ്റ് ഇറ്റ് ലിറ്റിൽ ബിറ്റ് ബയാസ്ഡ്. എനിവേസ് അബിയൊക്കെ ആണെങ്കിൽ അബിക്കൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞാലും. നഷ്ടപ്പെടാൻ ഒന്നും ഇല്ല എന്നുള്ളൊരു തോട്ടാണ്. എന്താണ് നഷ്ടപ്പെടാൻ? എൻ്റെ പ്രശ്നം അതായിരുന്നു. എനിക്ക് ഐ ഹാഡ് തിങ്സ് ടു ലൂസ്. നമ്മുടെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുന്നു. അതായത് ലെറ്റ്സ് സേ ഒരാളെ വിന്നറാക്കാൻ ഒരാൾക്ക് കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സ് കാരണം അയാളെ നമ്മൾ എന്ത് ചെയ്തിട്ടും വർക്കാവുന്നില്ല, ശരിയാവുന്നില്ല. അപ്പം നമുക്ക് അയാളെ എങ്ങനെ വെള്ളപൂശാം, അയാളെ ഉപദ്രവിക്കുന്ന, അയാൾക്കെതിരെ ഓപ്പോസിറ്റ് നടിക്കുന്ന ഒരാളെ കിട്ടി. അപ്പോൾ നമുക്കൊരു സിമ്പതി ട്രാക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. സോ ലെറ്റ്സ് ടാർഗറ്റ് ദി ഓപ്പോസിറ്റ് ഗൈ. ദാറ്റ്സ് ദ പ്ലാൻ. ഇതാണ് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതെനിക്ക് മനസ്സിലായി. ഒരാളെ ജയിപ്പിക്കാൻ നിങ്ങൾ എൻ്റെ ക്യാരക്ടറിനെ കില്ല് ചെയ്യണ്ട. ഐ മീൻ എഡിറ്റിംഗ് ടേബിളിൽ നിങ്ങൾ എന്നെ പണിയണ്ട. ഞാൻ എന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾ വെളിവിട്ടോ, കുഴപ്പമില്ല. ഞാൻ അകത്ത് തെറി പറയുകയാണെങ്കിൽ തെറി വെളിവിട്ടോ. ഇപ്പൊ ഞാൻ തെറി പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. ബട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ അടിച്ചേൽപ്പിക്കുന്നത് പരിപാടി നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റൂല. അത് വേറെ പരിപാടി. അത് പള്ളി പോയി പറഞ്ഞത് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഞാൻ പറഞ്ഞു. എന്നെ അതിന് കിട്ടൂല. ജാസ്മിനെ പ്രേമിക്കണോ? സൗകര്യമില്ലെന്ന് പറഞ്ഞു. എനിക്കിട്ട് ഇൻസ്ട്രക്ഷൻ ആണ്, ജാസ്മിനെ പ്രേമിച്ച് ഗബ്ബരിയായിട്ട് പൊട്ടിക്കണം. സൗകര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ബ്രീഫിങ്ങിൽ. സൗകര്യമില്ലെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ഗെയിം, ഇത് ഞാൻ കളിക്കും, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വെളിവിടാൻ പറ്റുമെങ്കിൽ ഞാൻ അവിടെ നിൽക്കും. ഇതൊക്കെ എൻ്റെ കുറേ ഫുട്ടേഴ്സ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞവർ. ഏറി ഇതൊക്കെ ഏറി നല്ലല്ലേ. ഐ മീൻ അങ്ങനെ പുറത്തിറങ്ങി പ്രശ്നം എന്തെങ്കിലും ഫുട്ടേജ് ഉണ്ടോ അവിടെ? എന്താ ഉള്ള ഇനി ഇതിൽ കൂടെ? അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അങ്ങനെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത എന്ത് കാര്യം ഉള്ളത്? അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പം അവരുടെ ഉള്ളത് മാക്സിമം പറയാൻ പോണത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥനായി നടക്കുന്നതൊക്കെ കാണിക്കാം. മനസ്സിലായി. ഞാൻ ഭയങ്കര അസ്വസ്ഥനായി നടക്കുന്നു, എണീക്കുന്നു, ഇരിക്കുന്നു, തലേ കൈ വയ്ക്കുന്നു. നമ്മൾ എന്താ റെസ്റ്റ്ലെസ് ആകുമ്പം എല്ലാ ഹ്യൂമൻസും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഒരു പ്രീ ജഡ്ജ്മെന്റോട് കൂടി അവന് പ്രാന്താണെന്ന് പറഞ്ഞതിന് ശേഷം ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ യു ആസ് എ മെന്റൽ ഇൽനെസ് കാര്യം, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത് എനിക്കിനി ആ ഇമേജ് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി ഇവർ തന്ന്. ഇനി നിങ്ങൾ എന്ത് ഇതിനെ കുറിച്ച് കാണിച്ചോ, ഇതുകൂടെയൊക്കെ കാണിക്കണം. ഈ 100th ഡേയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ പറഞ്ഞില്ലേ? ഡു യു സ്റ്റിൽ ലൈക്ക് അങ്ങനെ യു ഹാവ് സംതിങ് ടു റിവീൽ? ശരിക്കും കേട്ടാൽ ആൾക്കാർ ഈ ഷോയിനോട് എതിരെ കാണിച്ച അനീതി, എന്നോട് കാണിച്ച ആസ് എ ഹ്യൂമൻ ബീങ് എന്നോട് കാണിച്ച അനീതി, ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ടുവേർഡ്സ് മീ, അത് ഞാൻ പറയും. ബേസിക് ഹ്യൂമൻ, യു കനോട്ട് വയലേറ്റ് എ ഹ്യൂമൻ റൈറ്റ് ഫോർ എ ഷോ. യു കനോട്ട് ഡു ദാറ്റ്. അല്ലേ? എൻ്റെ അടുത്ത് ഉറങ്ങാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എൻ്റെ അടുത്ത് ഭക്ഷണം കഴിക്കരുതെന്ന്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് തെറ്റല്ലേ? അത് ചോദ്യം ചെയ്യും, അത് പറയണ്ടേ? ചേട്ടൻ ഫ്രം വാട്ട് ഐ നോ യു ഫ്രം ലൈക്ക് ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലേ? സോ വെൻ യു സേ തിങ്സ് ലൈക്ക് ദിസ്, ഡു യു തിങ്ക് ദിസ് ഈസ് ഗോണ എഫക്ട് യുവർ കരിയർ? ചാൻസസ് ആർ ദേർ, പക്ഷേ ഐ എം നോട്ട് സ്കെയർഡ്. ഐ എം നോട്ട് സ്കെയർഡ് ബിക്കോസ് മീഡിയയിൽ പെർമനന്റ് ശത്രുക്കളൊന്നും ഇല്ല. ഞാൻ ഇവർക്കെതിരെ പറയുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ചാനൽ. എന്താ പറയുക, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രൊഡക്ഷൻ ഹൗസ്. ലെറ്റ്സ് സേ ദേ ആർ ദ വൺ ഹു ഡിസൈഡ്സ് തിങ്സ് അല്ലേ? അവരാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ ഈ പറഞ്ഞ ത്രെഡ് കോൾ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ ഈ പറഞ്ഞ
പോലീസിനെ സ്വാധീനിക്കുന്നത്. അതൊക്കെ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യുന്നതാണ്. ഏഷ്യാനെറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ത്രെഡ് കോൾസ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഇഷ്ടം പോലെ. എന്താണ് അവർ ത്രെഡ് ചെയ്യുന്നത്? കരിയർ നശിപ്പിക്കും. ഇപ്പം പറഞ്ഞ കാര്യം ഭ്രാന്തനായിട്ട് പോർട്രേ ചെയ്യും പബ്ലിക്കിൽ, ഫുട്ടേജ് പുറത്തു വിടും. വിട്ടായപ്പോൾ എന്ത്? ഇനീഷ്യലി ഈ സാധനം ഫേസ് ചെയ്തപ്പം കുറച്ച് ഞാൻ വളരെ എന്നെ പുറത്തു വിട്ടപ്പോൾ ഞാൻ വളരെ പ്രൈവറ്റ് ആയിട്ട് ഐ വാണ്ടഡ് ആൻസേഴ്സ് ഫ്രം മൈ ചാനൽ. സോ ഐ ആസ്ക്ഡ് ദം വൈ വാസ് ഐ സെൻഡ് ഔട്ട്, വൈ വാസ് ഐ കെപ്റ്റ് ഇൻസൈഡ് ദ ഹൗസ്. ഒരു മുറിക്കുള്ളിൽ എന്നെ എന്തിന് 3 ദിവസം അടച്ചിട്ടു? എന്തിന് എനിക്ക് സൈക്യാട്രിക് ഡ്രഗ്സ് തന്നു? എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടുകാരെ ഇൻഫോം ചെയ്തില്ല? ഈ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം തരാമെങ്കിൽ ഒരു അടഞ്ഞ മുറിയിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. ചെയ്തില്ല. അതുകൊണ്ടാണ് എനിക്ക് പബ്ലിക് വരേണ്ടി വന്നത്. ഞാനല്ല എടുത്തത്, വിട്ടത് അഖിലേട്ടനാണ്. ബട്ട് അഖിലേട്ടൻ അത് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നല്ലേ പറ്റൂ. ബിക്കോസ് ഈസ് ടോക്കിംഗ് ഫോർ മീ. എനിക്ക് അയാളോട് നിന്നേ പറ്റൂ. ദാറ്റ്സ് വൈ ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ഇൻ പബ്ലിക്. എവിടെയെങ്കിലും ഫീൽ ചെയ്തോ ഇങ്ങനെ ഇങ്ങനെ, അതായത് അവരുടെ അടുത്ത് ഇതൊക്കെ റേസ് ചെയ്തിട്ടും നമ്മളെ വലിയ മൈൻഡ് ആക്കിയില്ല? ഇത് ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ട്? ഒരു സംശയമില്ല, അത് തന്നെയാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ലൗഡ് സ്പീക്കർ കേട്ടോണ്ടിരിക്കുകയാണ്. ഒരാൾ പറയുന്നത്, പുള്ളിക്കാരി പറയായിരുന്നു, ചേട്ടാ അവനെ തന്നെ വിളിച്ചെന്നൊക്കെ പറഞ്ഞാൽ പോരെ, അവൻ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. അവനെയൊന്നും ഞാൻ വിളിക്കില്ല, നീ പറഞ്ഞാൽ മതി. പുച്ഛമാണ് നമ്മളെ. എന്തിനാ പുച്ഛിക്കുന്നത്? നമ്മൾ കഷ്ടപ്പെട്ട് കയറി വന്നതല്ലേ. നമുക്കുള്ള ടാലൻ്റാണ്, കാശല്ല. ടാലൻ്റ് ദൈവം തരുന്ന. സോ അത് വെച്ചിട്ട് നമ്മൾ ജീവിക്കും. നമ്മളെന്തിനും അവരെ പേടിക്കുന്നത്? ഇപ്പോൾ സിനിമയൊക്കെ ചെയ്യാൻ ഇവരുടെ ഒന്നും സഹായമൊന്നും വേണ്ട. നമ്മുടെ പടം സെല്ലബിൾ ആണ്, നമ്മുടെ വർക്കബിൾ പരിപാടിയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇവന്മാർ പണിയൊക്കെ വെക്കും, നമ്മളപ്പുറത്ത് ചാടും. എത്ര കാലം പണി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? എന്നെ പണിയാൻ വേണ്ടി മാത്രം ഇവന്മാർ ഇരിക്കേണ്ടി വരും. അപ്പം ഈ ഷോയുടെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഷോയിൽ പ്രൊവോക്ക് ചെയ്യും. ചേട്ടനും ആ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരെ ചെറുതായിട്ടൊക്കെ പ്രൊവോക്ക് ചെയ്ത് ഇങ്ങോട്ടും യു ആർ ഓൾസോ ബീങ് പ്രൊവോക്ഡ് അ ലോട്ട്. അപ്പം നമ്മളെ പ്രൊവോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളതിന് റിയാക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഷോ ആണെന്ന് മനസ്സിലാക്കി ഇവരൊക്കെ റിയാക്ട് ചെയ്ത രീതികൾ കുറച്ച് പ്രൊവോക്ക് ചെയ്യുന്നതോടെ കാണിക്കണം. ഓക്കെ, ഞാൻ പറയുന്നത് റിയാക്ഷൻ മാത്രം കാണിച്ചാലാണ് ആൾക്കാർക്ക് ഇയാളെ കുറിച്ചൊരു റോങ് ജഡ്ജ്മെന്റ് ഉണ്ടാവുള്ളൂ. വാട്ട് ഇഫ് ദ പ്രൊവോക്കേഷൻ ഇസ് വെരി ബാഡ് ദൻ ദാറ്റ്? മനസ്സിലായോ? വെറുതെ ഇരിക്കുന്ന ഒരാളെ പ്രൊവോക്ക് ചെയ്താൽ പിന്നെ അയാൾ അങ്ങനെ പറയും എന്നുള്ളൊരു തോട്ട് ആൾക്കാർക്ക് കൊടുക്കണ്ടേ? അപ്പൊ അതിന് ഈ പ്രൊവോക്കേഷനും കാണിക്കണം നിങ്ങൾ. ഇപ്പൊ ജാൻമണീനൊരു പ്രത്യേക വേർഡ് അവിടെ ഒരാൾ വിളിച്ചായിരുന്നു. ആ കണ്ടന്റ് വെളി വിട്ടില്ല അവര്. അത് വിട്ടിരുന്നെങ്കിൽ അവൻ നാശക്കോട്ടയാനെ. അർജുൻ്റെ വൃത്തികെട്ട വേർഡ് ജാൻമണീനെ വിളിച്ചായിരുന്നു ഹൗസിനുള്ളിൽ. അത് കണ്ടന്റ് വെളി വന്നിരുന്നെങ്കിൽ അർജുൻ്റെ ഇമേജ് പോവും. അത് ലൈവിലും ഐ ഡോണ്ട് തിങ്ക്. ഞാൻ ഉള്ളപ്പോഴുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. ഞാൻ ജാസ്മിന്റെ മിഡിൽ ഫിംഗർ കാണിച്ചു. അതിങ്ങനെ കാണിക്കാം. എങ്ങനെ കാണിച്ചേട്ടാ? അതാണ്. അതിന് തൊട്ട് മുന്നേ ആ കോൺവെർസേഷൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിക്കോസ് ജാൻമണി വാസ് അബ്യൂസ്ഡ് ബൈ അർജുൻ. അർജുൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഒരു വേർഡ്. ആ വേർഡ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത വേർഡാണ്. അത് അഡ്രസ്സ് ചെയ്തത് ചോദിച്ചില്ല. അതിനെ വെച്ചിട്ട് ജാൻമണി പറഞ്ഞപ്പോഴാണ് ഈ ജാസ്മിനെ നോറയൊക്കെ വള്ളി പിടിക്കാൻ പോയത്. പിന്നെ അതിന്റെ ബാക്കിൽ നിന്ന് ഞാനും പോയി തൂങ്ങി കൊടുത്തത്. അത് വേറൊരു രീതിയിൽ വരേണ്ട സാധനം ഇങ്ങനെ ആയിപ്പോയത്. പിന്നെ അതുപോലെ ഞാൻ കാണിച്ചെന്ന് പറഞ്ഞ ആക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ മലയാളം വെർഷൻ അർജുൻ അവിടെ കാണിച്ചിട്ടുണ്ട് യമുന ചേച്ചിയുടെ അടുത്ത്. അത് ടെലികാസ്റ്റിംഗ് ചെയ്തതാണ്. അതൊന്നും ഞായറാഴ്ച വന്ന് ഒരു ലാൽ സാറും ചോദിച്ചില്ല. അതിലൊരു ഭയങ്കര പ്രതിഷേധം ഉണ്ടോ? ബയാസ്ഡ്, ദ ഷോ ഈസ് ബയാസ്ഡ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോവാണെങ്കിൽ വാട്ട് വുഡ് യു അഡ്വൈസ് മീ? ക്രിയേറ്റീവ് ഡയറക്ടർ ആരാണെന്ന് അന്വേഷിച്ചിട്ടാണ് പോവാൻ എന്ന് ഉപദേശിക്കും. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബുദ്ധിയും വിവരമുള്ളവരാണ് അവിടെ ഇരിക്കുന്നെങ്കിൽ ധൈര്യമായിട്ട് പോകാൻ പറയും. ഓക്കെ, അല്ലാണ്ട് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നീ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറയാൻ കാര്യമില്ലല്ലോ. ജസ്റ്റ് ഡോണ്ട് ബി സൈലന്റ് എന്നേ പറയും. ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് ടോക്ക്. പ്രത്യേകിച്ച് വേറെ അഡ്വൈസ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് എ പേഴ്സണാലിറ്റി കോമ്പറ്റീഷൻ. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഇത്രയും കുറേ നേരം നമ്മൾ സംസാരിച്ചു. ആക്ച്വലി എനിക്കൊരു ട്രാക്കില്ല. ഐ ഗോട്ട് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഒരു കാര്യം ഉറപ്പ് തരാം, ഞാൻ അവസാനിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അന്ന് ഇവരെല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയും. അതെന്റെ വിശ്വാസമാണ്. അപ്പം എന്തായാലും ഇനി ചേട്ടൻ ഇനി ഫ്യൂച്ചർ അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. എന്ത് കോൺട്രവേഴ്സി ഉണ്ടായാലും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോണ എഫക്ട് യു. യു ആർ ഗോയിങ് ടു സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ഇറ്റ് ഓൾസോ. അതൊക്കെ എന്തായാലും ഈസി ആയിട്ട് ആ ഫേസ് ഒക്കെ കടന്നു പോകും. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ പോലെ പ്ലാൻസ് പോലെ പടം റിലീസ് പിള്ളേരുടെ കൂടെ പിള്ളേരും കൂടെ വന്നിട്ട് നമുക്ക് ഒരു ഇന്റർവ്യൂ തരുന്നതായിരിക്കും. അതിന് നമുക്ക് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഓക്കെ, എന്തെങ്കിലും ലാസ്റ്റ് ഞങ്ങളോട് എന്തെങ്കിലും പറയണം? സ്നേഹം മാത്രം എല്ലാവരോടും സ്നേഹം മാത്രം. വിളിച്ചതിന് നന്ദി, ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച് ചേട്ടാ, ഞങ്ങൾക്ക് ഇത്രയും ടൈം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. ഇനിയും ഫ്യൂച്ചറിൽ നമ്മൾ ഇതുപോലെ ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, ഡൺ. താങ്ക് യു. ബൈ.